ആരും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യം, ആരും ചെയ്യാത്തൊരു കാര്യം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. ആ ഹോട്ടൽ ഒരു യാചകനെയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. ഇവിടുത്തെ ഓണറും എല്ലാമായ സന്തോഷേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വഴിയിൽ നിന്ന് ഒരു യാചകനെ കണ്ടെത്തി ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന്. അങ്ങനെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തലയിൽ വാവാസ് ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് സന്തോഷേട്ടൻ്റെയും ഈ ഹോട്ടലിൻ്റെയും കൂടുതൽ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും ABC മലയാളത്തിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാണ് സന്തോഷേട്ടൻ. സന്തോഷേട്ടാ, ABC മലയാളത്തിലോട്ട് സ്വാഗതം. സന്തോഷേട്ടൻ ജോലിയിലായിരുന്നു, ജോലിയുടെ ഇടയ്ക്ക് നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. സന്തോഷേട്ടാ, നമ്മളൊരു വലിയൊരു നന്മയുള്ളൊരു കാര്യം, വളരെ സന്തോഷമുള്ളൊരു കാര്യം. കാരണം എല്ലാവരും ചെയ്യുന്നതിനേക്കാളും മാറി ചിന്തിച്ച് കുറേ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വലിയൊരു സ്ഥാപനം, ആ സ്ഥാപനം ഒരു വഴിയിൽ നിന്ന് ഒരാളെ കണ്ടെത്തി ആ ഒരു വ്യക്തിയെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനുള്ള കാരണം? ഞാനൊരു ഇല്ലായ്മയെന്ന് വളർന്നു വന്നതാണ്. അപ്പം നമുക്കൊരു ആഹാരം കിട്ടാൻ വഴിയില്ലാതെ നമ്മൾ വലഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് കടയുടെ തറക്കലിട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടൊരാഗ്രഹമാണ് ഇതൊരു ഇല്ലായ്മക്കാരനെ കണ്ട് വേണം നമുക്ക് ഉദ്ഘാടനം ചെയ്യിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇല്ലായ്മക്കാരനെ കണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അതിപ്പോൾ ഈ ആളെ എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടെത്തി? ആൾ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ തപ്പി പലയിടത്തും അങ്ങനെ കറങ്ങിയപ്പോൾ ആരെങ്കിലും നമുക്ക് എടുക്കണം തപ്പാൻ അന്വേഷിക്കാൻ നമ്മൾ ചെന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന സംഭവമാണ്, നമുക്ക് ഒരു കട ഉദ്ഘാടനം ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞാൻ വരാം, രാവിലെ നിങ്ങളിവിടെ വന്നാൽ മതി, ഞാനവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിടത്ത് അങ്ങനെ ഇല്ലാതെ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരും കൂടി ഞങ്ങളെല്ലാം കൂടി കാറിൽ പോയി അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു നമ്മുടെ റൂമിലിരുത്തി. സമയമായപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു. ചേട്ടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നോർമൽ രീതിയിൽ ചേട്ടൻ ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഒരു സ്ഥാപനം ഇങ്ങനൊരു വഴിയിൽ നിന്ന് ഒരാളെ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു അനാഥനായ ഒരാളെ കണ്ടെത്തി ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടവർ ആദ്യം എന്താ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു? കേട്ടവർ ആരും വിശ്വസിച്ചില്ല ഇങ്ങനെയാണ്. ഞാൻ പലയിടത്തും പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇവരോടൊക്കെ അപ്പോൾ അവരെല്ലാവരും നമുക്ക് അങ്ങനെ മതി, നമുക്ക് ജയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ തീരുമാനം അവരെല്ലാവരും അംഗീകരിച്ച് ഞങ്ങളങ്ങനെ തീരുമാനം എടുത്തതാണ്. ഇത് കേട്ടപ്പോൾ തന്നെ അവർക്കൊരു അത്ഭുതമായിരുന്നു, എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഒരാളെ കൊണ്ട് ജയിക്കുന്ന നമ്മൾ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ഒരാളെ കൊണ്ട് ജയിപ്പിച്ചാൽ മതി എന്ന് നമ്മുടെ തീരുമാനത്തിൽ പിന്നെ അവരെല്ലാവരും കൂടി ഞങ്ങൾ ആ തീരുമാനം ഞങ്ങൾ ഉറപ്പിച്ചു. അതായത് നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന അല്ലേ? അതെ, നമ്മൾ വന്ന വഴി മറക്കരുത്. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ഒരാളെ കൊണ്ട് വേണം നമ്മൾ ജയിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമായിരുന്നു. ചേട്ടൻ്റെ തട്ടുകട എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ? ഞങ്ങളവിടെ ഇപ്പോൾ ഒരു 10-18 വർഷത്തിൻ്റെ മേലായിട്ടുണ്ട്. 17-18 വർഷങ്ങളായി അവിടെ. ചേട്ടാ, ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ? ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ആദ്യം തോന്നി? ഞങ്ങൾ ആശയം എന്ന് പറയുമ്പോൾ അവൻ സ്വന്തമായിട്ട് കുറേ കഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ആശയം പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഞെടുങ്ങി, ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞെട്ടി. എങ്കിലും അവൻ്റെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി നമ്മളവരുടെ കൂടെ നിന്ന് അതിനെല്ലാവിധ പ്രോത്സാഹനം ചെയ്ത് കൊടുത്ത്. പക്ഷേ അത് പിന്നീട് ഞങ്ങൾക്കും തോന്നി അതാണ് ഒരു നല്ലൊരു ഇതെന്നുള്ളത്. ഇങ്ങേരുടെ കഷ്ടപ്പെട്ട് ഞാനൊരു ബാങ്കിലെ പിക്നിയാണ്. എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പറയാം കഴിക്കാൻ എടുത്തുകൊണ്ട് പോകും, കഴിച്ചാ എന്ന് ചോദിക്കും. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു ആ സമയത്ത്, മരിച്ചു പോയായിരുന്നു. അപ്പോൾ എന്നും പുള്ളി പറയും 4 നേരം വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് തിന്നു, ആരും കയ്യെ പിടിക്കലെന്ന് പറയും. അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിന്നില്ലെങ്കിലല്ലേ മോശം. ഇത്രയേ ഉള്ളൂ നമുക്ക്. നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ 3 പേരും സന്തോഷം. എൻ്റെ പേര് സന്തോഷ്, പുള്ളിയുടെ പേര് സന്തോഷ്, അങ്ങേരുടെ പേര് സന്തോഷം. ശരി. അപ്പോൾ 3 സന്തോഷന്മാരും കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു സന്തോഷം ഒപ്പിച്ചല്ലേ? ഈ വഴിയിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നല്ല, നമ്മുടെ കണ്ണിൻ മുട്ടത്ത് കണ്ടാൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തേ വിടുള്ളൂ. അത്രേ ഉള്ളൂ. അത് നമ്മൾ ആരും വന്നോന്നില്ല. ഇങ്ങനെ വഴിയെ പോയാലും ഞാൻ വിളിച്ച് ഒരു പോതി ഭക്ഷണം അവർക്ക് കൊടുത്തു വിടും. അത് നമ്മൾ പണ്ടേ ചെയ്യുന്ന ഒരു ശീലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.